സർ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ജോലി എന്ന് ചോദിച്ചാൽ അത് കേരള പോലീസാണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? കാരണം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഒന്ന്, സേനയിൽ അംഗബലം വളരെ കുറവാണ്, വല്ലാതെ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു 6 ദിവസം കൊണ്ട് 5 പേര് വരെ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പേര് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് സർവീസിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ലീവ് കിട്ടുന്നില്ല, ഓഫ് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് അവസ്ഥയിലൂടെയാണ് പോലീസ് ജോലി നോക്കുന്നത്. അപ്പം സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പോലീസ് ആക്ച്വലി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും അധികം സമ്മർദ്ദം നേടുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ അതിനെ താരതമ്യം ചെയ്യാൻ പറ്റിയ മറ്റൊരു വിഭാഗം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ പോലീസിൻ്റെ ജോലിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ജോലികളുണ്ട്, പക്ഷെ അങ്ങനെയല്ല. പക്ഷേ പോലീസ് എല്ലാത്തിലും വേണ്ടി വരുന്നുള്ളതാണ്. മറ്റേത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്കും പോലീസും കൂടി ആവശ്യം വരും. അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനോ അത് മാത്രം നമ്മുടെ ഒരു കേസ്, ഒരു ഉദാഹരണം എടുത്താൽ, ഇപ്പോൾ ഒരു മലയോര പ്രദേശമാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദിവസമാണ് അവിടെ ഒരു ആന ഇറങ്ങി. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോബ്ലം ആണ് വാസ്തവത്തിൽ. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 ഓഫീസർമാർക്ക് ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടാകുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 100 ഓഫീസർമാർക്കാണ് അതിൻ്റെ പ്രോബ്ലം വരുന്നത്. അവിടെയുള്ള ജനങ്ങളെ നിയന്ത്രിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ പോകേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടൊന്നും ഉണ്ടാകുന്ന ഒരു ആന ഇറങ്ങി അല്ലെങ്കിൽ ഒരു കടുവ ഇറങ്ങി ഇതേ സംബന്ധിച്ചുണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യത്തിന് മുഴുവൻ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മുടെ വർക്ക് മാത്രമാണ് നമ്മൾ ഏകദേശം അസസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുന്ന സമയത്ത് അവിടുത്തെ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടൊരു ശരിയായിട്ടൊരു പഠനം നടത്തിയപ്പോൾ ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ, ഒരു മോട്ടോർ വെഹിക്കിൾസ് ഓഫീസർ ഒരു ദിവസം 96 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ, അങ്ങനെ എല്ലാ ദിവസവും ജോലി ചെയ്താൽ മാത്രമേ അവരുടെ വർക്ക് 100% ഏകദേശം തീർക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ, പക്ഷെ ആ ഒരു ദിവസം 96 മണിക്കൂർ ജോലി ചെയ്യണം. അത്രയും വർക്ക് കൂടുതലുണ്ട്. അങ്ങനെ അസസ് ചെയ്ത് അയച്ചതിന് ശേഷം അന്ന് കുറച്ച് AMVമാരുടെ പോസ്റ്റ് വർദ്ധിപ്പിച്ച് കിട്ടിയായിരുന്നു. അതിനുശേഷം ഏകദേശം 250ഓളം AMVമാരുടെ പോസ്റ്റ് ഞാൻ പിന്നെ വേറെ ഡാറ്റകളും കൊടുത്തിരുന്നു. അത് അവർക്ക് വരുന്നത് 8 കോടി രൂപ ചിലവ് വരികയാണെങ്കിൽ പകരം 300 കോടി രൂപ കിട്ടും എന്നുള്ള കണക്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലെ പോലീസിലും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കണക്ക് പോലെ 44 പേര് 118 പേരുടെ ജോലി വരുമ്പോൾ അവർക്ക് ഈ ജോലി ചെയ്യുന്നവർക്കെല്ലാം യാതൊരു കൺട്രോളില്ലാതെ, അതായത് ഒരു ലിമിറ്റില്ല, ഒരു ഡെഫിനിറ്റായിട്ട് ഒരു പീരീഡിൽ എനിക്ക് ഇന്ന് രാത്രി 10 മണിക്ക് പോകാൻ സാധിക്കും അങ്ങനെ പറയാൻ പറ്റില്ല. 10 മണിക്കായിരിക്കും ഇതുപോലെ ഒരു ആന വന്ന് കയറുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കറണ്ട് ഇല്ല, അല്ലെങ്കിൽ വെള്ളമില്ല. ഈ വെള്ളമില്ലാതെ വരുന്ന ഇത് വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണ്. പക്ഷേ ഇഷ്യൂ ഉണ്ടായി, റോഡ് ബ്ലോക്കായി, അവിടെ ചെല്ലേണ്ട വരുന്നത് പോലീസാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് യാതൊരു കൺട്രോളും നിയന്ത്രിക്കാനും പറ്റാത്ത ഒരു സംവിധാനത്തിൽ പോലീസ് ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഇവർക്ക് അതീവ കൂടുതലായിട്ടുള്ള ജോലിയുടെ ബാഹുല്യം വളരെ കൂടുതലായിട്ട് വരികയാണ്. അതേസമയം ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ ക്ലിപ്തമാണ് താനും. അങ്ങനെ വരുന്ന അതുകൂടാതെ പുതിയതായിട്ടുള്ള ഡ്യൂട്ടികളും വളരെയധികം കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ സൈബർ ക്രൈമിൻ്റെ ഭാഗം മാത്രം നോക്കിയാൽ എത്ര ആൾക്കാർ ഇപ്പോൾ കൂടുതലായിട്ട് അതിൽ വേണ്ടി വരും, അത്രയധികം കൂടുതൽ ഓരോ വിവിധ ക്രൈമുകൾ കൂടുതലായിട്ട്. എന്തുകൊണ്ടാണ് സാർ ഈ സേനയിലേക്ക് ആളെ എടുക്കാനായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടി വരുന്ന ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഗവൺമെൻറ് ആളെ എടുക്കാത്തത്. ഗവൺമെൻറ് ആളെ എടുക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ, അവർ അത്രയും പേർക്ക് ശമ്പളം കൊടുക്കണ്ടേ. ഇപ്പോഴാണെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷനാണെന്ന് പറയാം, പക്ഷേ അതല്ലെങ്കിലും ശമ്പളം അറ്റ്ലീസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. എല്ലാത്തിലും ഉപരി അതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ജോബ് പ്രഷർ ഒരുപാടുണ്ട്. പക്ഷേ പോലീസിൻ്റെ മൊറൈലിനെ ബാധിക്കുന്ന കുറേയേറെ സംഭവങ്ങൾ ഉണ്ടായി വരുന്നതായി കാണുന്നുണ്ട്. ഏറ്റവും അവസാനം ഞാൻ നോട്ടീസ് ചെയ്തത് ഈ TP പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, അത് സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ പാർട്ടി ഇനിഷ്യേറ്റീവ് എടുത്താണ് ആ നീക്കം നടന്നത്. പക്ഷേ അവസാനം സർക്കാരിനെ മുഖം രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 3 ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അവരെ ബലി കൊടുക്കേണ്ടി വന്നു, അവരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇതൊക്കെ പോലീസിന് ഉണ്ടാകുന്ന അവരുടെ മൊറൈലിനെ എത്രമാത്രമാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളെപ്പോഴും ഈ പോലീസിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ ഏതെങ്കിലും സബ് ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്താൽ ഇഷ്യൂ തരും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വെള്ളമില്ല, അല്ലെങ്കിൽ ആമസോണിൽ തീ പിടിക്കുന്നു
ഇതൊക്കെ പറഞ്ഞ് ഇവിടെ പ്രക്ഷോഭം നടത്തും. ഇവിടെ പ്രക്ഷോഭം നടത്തിയതിന് ശേഷം അത് തടയാനായിട്ട് നടപടികളെടുക്കും. അങ്ങനെ അവസാനം അവിടുത്തെ ഒരു SIക്ക് എതിരെ നടപടി എടുക്കുമ്പോൾ ആ SIനെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാകും അവസാന ഡിമാൻഡ്. ആമസോണിൽ തീ കത്തുന്നതൊന്നും വലിയ പ്രശ്നമല്ല. പിന്നീട് അവസാനം ഒരു SI എന്തെങ്കിലും ചെയ്തു, ഒരാളെ പിടിച്ച് തള്ളി, അല്ലെങ്കിൽ അയാൾ അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇത് ഇഷ്യൂ വന്നു. അവസാനം അയാൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ തീരുന്ന വിധത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എന്താ പറയുന്നത്, കുറേയധികം ഈ നമ്മൾ പ്രഷർ, സൊസൈറ്റിയുടെ പ്രഷർ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട വരുന്നത് പോലീസിനാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്. അപ്പോൾ ഇത് അവർക്ക് വളരെയധികം കുഴപ്പങ്ങളുണ്ടാകുന്നു. അവർക്ക് നിയമപരമായിട്ട് ഇപ്പോൾ അതിൽ പോലീസിൽ നിന്ന് ഒരാളെയാണ് സസ്പെൻഡ് ചെയ്തത്, 2 പേര് എനിക്ക് തോന്നുന്നത് പ്രിസൺ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് ഒഫീഷ്യലായിട്ടൊരു ലെറ്റർ കിട്ടുന്നത് ഇതേപ്പറ്റി വെരിഫൈ ചെയ്ത് കൊടുക്കണം. അത് വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടെന്ന് അവർക്ക് ഒഫീഷ്യലായിട്ടൊരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് പകരം അതിൽ നിർദ്ദേശം അനുസരിച്ച് അയാൾ MLA വിളിച്ചു, അല്ലെങ്കിൽ MLAയോട് അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഈ സസ്പെൻഷൻ വെറുതെ കുറച്ച് ദിവസത്തേക്ക് കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയിൽ അയാളെ തിരിച്ചെടുക്കുക തന്നെ വേണ്ടി വരും. അപ്പം അത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപക്ഷെ കുറച്ചേ ഉണ്ടാകുള്ളൂ. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും അതായത് നീതി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് പോലീസ് എത്തുന്ന അവസ്ഥയും കൂടിയുണ്ട്. അതായത് ഇത്രയും ഓവർ വർക്കഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നീതിപൂർവമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും കൂടി വരിക. അങ്ങനെ വരുന്ന ഇപ്പം ഇന്നലത്തെ ഒരു കേസ് കാര്യവട്ടം ക്യാമ്പസിലെ ഇഷ്യൂ എടുത്താൽ മതി. അപ്പോൾ അതിൽ സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസറാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ഇത് ഇടിമുറി കൊണ്ടുപോയിട്ട് ഇതെടുത്തു അയാളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് FIR ഇട്ട് ആദ്യം ED നടത്തിയവരെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യമെന്ന്. പക്ഷേ അയാൾക്കുണ്ടാകുന്ന സപ്പോർട്ട് ബേസ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അയാളുടെ സീനിയർ ഓഫീസേഴ്സ് അയാൾ പറയണം നിങ്ങൾ സത്യസന്ധമായിട്ട് നടപടി എടുത്തോളൂ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ സീനിയർ ഉദ്യോഗസ്ഥർ അത് ചെയ്യാതിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ പോലീസിൽ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ആ സീനിയർ ഓഫീസർ അത് ആരാണ് DGP മുതൽ താഴോട്ടുള്ള തലം വരെ ആ വിഷമം അറിഞ്ഞിട്ട് അവരുടെ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സഹായം അത് കൊടുക്കുകയും ഇപ്പോൾ ഞാനൊക്കെ SP ആയിരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊക്കെ അത്യാവശ്യമായിട്ടൊരു ലീവ് എടുത്ത് ഞാൻ എൻ്റെ മകൻ ജനിച്ചിട്ട് കാണാൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പോലും എന്നെ തിരിച്ചു വിളിച്ച എൻ്റെ സീനിയർ ഓഫീസറുണ്ട്. അപ്പോൾ ഞാനൊരു സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ സിറ്റിയുടെ പുറത്ത്, അതായത് എൻ്റെ DIG തൃശ്ശൂരായിരിക്കുന്നത്, ഞാൻ എറണാകുളം സിറ്റിയിലാണ്, പക്ഷേ എൻ്റെ DIG തൃശ്ശൂരാണ്. തൃശ്ശൂർ DIG ഒരു മീറ്റിംഗ് വെച്ചാൽ എൻ്റെ IG വിടില്ല. കാരണം പറയുന്നത് എറണാകുളത്ത് നിന്ന് നിങ്ങൾ പോയാൽ ഇവിടെ എന്തെങ്കിലും സംഭവം നടന്നാൽ ഞാൻ നോക്കാൻ വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ DIGയുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറയും. ഈ സ്വഭാവത്തിലുള്ള ഓഫീസർമാരും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഓവർ ബർഡൻ, അതായത് നമുക്ക് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടില്ലാത്ത സംവിധാനമാവുകയാണ് പോലീസിൽ. അതേസമയം ഇപ്പോൾ ഈ 44 പേര് 118 പേരുടെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അതിലുള്ള സീനിയർ ഓഫീസർ ആ ലീവ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി, അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധയോടെ ചെയ്യാണ്. ഇയാൾ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഹീ നീഡ്സ് സം ഗുഡ് സപ്പോർട്ട്. അതുപോലെ മനുഷ്യത്വപരമായിട്ട് കുറച്ചുകൂടി അവരുടെ സീനിയർ ഓഫീസേഴ്സ് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്ക് തന്നെ കടമെടുക്കുകയാണെങ്കിലും ഒട്ടേറെ ക്രിമിനൽസിന് പൊളിറ്റിക്കൽ പാട്രണേജ് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മുൻപ് മുതലേ കാണുന്നതാണ്, പലപ്പോഴും ജയിലിൽ നിന്നും പ്രതികളെ നിർബന്ധിച്ച് പോലീസിനെ ഭീഷണിപ്പെടുത്തി ഇറക്കിക്കൊണ്ടുപോകുന്ന നേതാക്കൾ. ഇതൊക്കെ ഉള്ള ഒരു കാലം, ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ആ നേതാക്കളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇപ്പോഴും അവർ അല്ലെങ്കിൽ അവരുടെ അണികളും ഒക്കെ ഇത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ പോലീസിനുണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം വലുതാണ്. അപ്പം ഇതൊക്കെ കൊണ്ടാണോ പലപ്പോഴും ചിലപ്പോൾ വലിയ രീതിയിൽ മറ്റ് കേസുകളിൽ ഇവർക്ക് ഈ ഒരു പ്രഷർ ഒരു വേ ഔട്ട് ചെയ്യേണ്ടി വരുന്നത്? പലപ്പോഴും നമുക്കറിയാം, ചിലപ്പോൾ ഈ 3rd ഡിഗ്രി പ്രയോഗം, ഇങ്ങനെ പല കാര്യങ്ങളും വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പോലും ഈ ഒരു പ്രഷർ സഹിക്കാനാവാതെ ചെയ്തു പോകുന്നതാണോ? അതിൽ കുറേ അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഒരു തിയറി ഉണ്ട്, മാനേജ്മെൻറ്റിൽ ഒരു തിയറി ഉണ്ട്, ദ മാനേജർ ഷൗട്ട്സ് ആൻഡ് ദ ഡോഗ് ബാർക്സ്. മാനേജർ ഷൗട്ട്സ് ആൻഡ് ദ ഡോഗ് ബാർക്സ്. അത് മാനേജർ അയാളുടെ ഓഫീസിൽ അയാളുടെ താഴെ ഉദ്യോഗസ്ഥനെ പറഞ്ഞു, അയാളെ കുറേ വഴക്ക് പറഞ്ഞു. അങ്ങനെ അയാൾ നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഭാര്യേനെ വളരെ വഴക്ക് പറഞ്ഞു. ആ ഭാര്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ മകനെ അവിടെ എന്തോ ചെയ്യുന്ന സമയത്ത് അവനോട്ടൊരു അടി കൊടുത്തു.
അവനവിടെ ദേഷ്യത്തിന് പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ പട്ടി കിടക്കുന്നതുകൊണ്ട് പട്ടിക്കിട്ടൊരു തട്ട് കൊടുത്തു. അപ്പോൾ പട്ടിയൊക്കെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവൻ നിന്ന് 2 കുര വരച്ചു. ഇതേപോലെയാവും പലപ്പോഴും പോലീസിന് റിയാക്ഷൻസ് വരുന്നത്. അതായത് ഈ ഇത്തരം എല്ലാം ഉറഞ്ഞു നിൽക്കുന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൂടി കിടക്കുന്ന സമയത്താണ് ഇതുപോലുള്ള എൻഡ് ഓഫിന് യാതൊരു സാധ്യതയില്ലാത്ത സമയത്താണ് പലപ്പോഴും നിരപരാധികളുടെ പേരിൽ, അതൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല, പലപ്പോഴും പോലീസ് അറിയാതെ തന്നെ, ബിക്കോസ് ദേ ആർ ഒരു കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി വരികയാണ്. അതായത് ഇപ്പം നമ്മളൊക്കെ, ഞാനൊക്കെ പോലീസിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇമ്മ്യൂണിറ്റി വരാതെ നോക്കും. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ സംഭവം അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷമങ്ങൾ കണ്ടിട്ട് ഇത് അങ്ങ് ചെയ്യാതിരിക്കുക. ഞാനൊക്കെ പറയും, നിങ്ങൾ ഇപ്പോൾ ഇഫ് യു ലോസ് 1 day's സ്ലീപ്പ് യു സേവ് 10 days സ്ലീപ്പ് എന്നാണ് ഞാൻ പറയുക. ഒരു ദിവസം നമ്മളിപ്പോൾ രാത്രി അത് പോകണം എന്ന് വന്നാൽ ആ രാത്രി തന്നെ പോയി അത് തീർക്കുകയാണെങ്കിൽ അടുത്ത 10 ദിവസം നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകില്ല. പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് 10 ദിവസമെങ്കിലും ഉറക്കൊള്ളിക്കേണ്ടി വരും. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഈ എളുപ്പമായിരിക്കും. താഴെയുള്ള ഓഫീസർമാർക്കൊരു വിശ്വാസം വരണം. അതായത് എനിക്കൊരു അത്യാവശ്യം വരികയാണെങ്കിൽ എൻ്റെ സീനിയർ ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ നിൽക്കും. ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യുന്ന ജോലിക്ക് ഇയാൾ സപ്പോർട്ട് ചെയ്യും. അതായത് എനിക്കൊരു ബോണഫൈഡ് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിനൊരു സപ്പോർട്ട് കിട്ടും. ഇത്ര കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 95%, 99% പോലീസ് ഉദ്യോഗസ്ഥരും സാമാന്യം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ബാക്കി ഓവർ വർക്കിൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർ മാനസികമായിട്ട് വെൽ ബാലൻസ്ഡ് ആയിരിക്കും. അത് എവിടെ നിന്നാണ് സാർ തുടങ്ങേണ്ടത്? കാരണം ഇത് കുറേ നാളായി ഈ പോലീസിൽ ഇത്തരത്തിലുള്ള മാനസിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ, പിരിമുറുക്കം അനുഭവിക്കുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ. പക്ഷേ അപ്പോഴൊക്കെയും നടപടി ഉണ്ടാവും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും എന്ന് പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം പോലും മുഖ്യമന്ത്രി പറഞ്ഞത് DGP ഇത് സംബന്ധിച്ചൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, എല്ലാവർക്കും നിർബന്ധമായും അവധിയെടുക്കാനും ആവശ്യത്തിന് ലീവ് എടുക്കാനും ഒക്കെയുള്ള അവസരം നൽകണമെന്ന്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലാവും? ഇത് സ്റ്റാർട്ട്സ് ഫ്രം ദ ടോപ്പ്. ഇത് മുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. മുകളിൽ നിന്ന് താഴോട്ട് ഇത് പോകണം. ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ സർവീസിൽ ഞാൻ പറയാം, രാജഗോപാൽ നാരായണൻ എന്ന് പറഞ്ഞൊരു DGP ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നമുക്കെല്ലാം വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ജോലി ചെയ്യുന്നതിനും വളരെ വി ഫീൽ വെരി കോൺഫിഡൻറ്റ് ടു ഡു എനിത്തിങ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുക, അദ്ദേഹത്തിനോട് നമുക്ക് എന്തും പറയാൻ പറ്റും. എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാലും അതും പറഞ്ഞാലും അത് അദ്ദേഹത്തിന് മനസ്സിലാകും. അപ്പോൾ അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകേണ്ടതാണ്. അവിടെയാണ് IPS ഓഫീസർമാർ, ദേ ആർ ദ ലീഡേഴ്സ് ഓഫ് ദ പോലീസ് ഫോഴ്സ്. അപ്പോൾ ഈ IPS ഓഫീസേഴ്സ് ചെയ്തു കൊടുക്കേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാതെ വരുന്ന സമയത്താണ് പലപ്പോഴും ഇത്തരം ടെൻഷൻസ് വളരെ കൂടുകയും, അതായത് ഒരു ഓഫീസർക്ക് അയാൾക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാനില്ല. ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ ഒരു SHO എന്ന് പറയുന്ന അയാൾ ഇതുപോലെ വന്ന് സ്റ്റേഷനിൽ കയറി അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ ആ അറ്റാക്ക് ചെയ്തവരെ പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇല്ല നീ പിടിക്കണ്ട, അത് വലിയ ആൾക്കാർ അവരുടെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ വന്നതാണ്, അത് ദാറ്റ് ഹാസ് ടു ബി അഡ്ജസ്റ്റഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഹി ലൂസ് ഹിസ് ഫെയ്ത്ത്. അതുപോലെ അപ്പോൾ അയാളുടെ ടെൻഷൻ കൂടുതലാകുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സീനിയർ ഓഫീസറെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. എൻ്റെ സീനിയർ ഓഫീസർ എൻ്റെ കൂടെ ഗുഡ് ഫെയ്ത്തിലുള്ള മിസ്റ്റേക്സിലും നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് സപ്പോർട്ട് ചെയ്യുമെന്നൊരു കാലാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, ആ സിസ്റ്റം ചെയിൻ ഓഫ് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര പ്രഷർ ഉണ്ടായാലും എത്ര വർക്ക് ലോഡ് ഉണ്ടായിരുന്നാലും പോലീസിലെ ഈ ആത്മഹത്യകളും ഈ പോലീസ് പ്രഷറിൻ്റെ പേരിലുള്ള ആത്മഹത്യകളും അതുപോലുള്ള സംഭവങ്ങളും കുറയും. അത് നമ്മൾ ചില സ്ഥലങ്ങളിൽ നോക്കിയാൽ അറിയാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സീനിയർ ഓഫീസർ. എസ്പെഷ്യലി പോലീസിലൊക്കെ ഉള്ള ഓഫീസർ സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വൺ ഈസ് ദ SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഹൂ ഈസ് ഹി, അയാളുടെ ക്യാരക്ടർ എങ്ങനെയുണ്ട് ഒന്നത്. 2 അവിടുത്തെ ഡിസ്ട്രിക്ട് SP ആണ്. ആ ഡിസ്ട്രിക്ട് SP എങ്ങനെയുണ്ടോ ആ ഡിസ്ട്രിക്ട് അതനുസരിച്ചിരിക്കും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു SP ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും. പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നന്നായിട്ട് സാമാന്യം ഭേദമായിട്ട്, എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടാകും, പക്ഷെ ജനറലി ഇതായിരിക്കും. പിന്നെ വരുന്നത് ഈ ഇപ്പോഴത്തെ തലത്തിലൊക്കെ ആണെങ്കിൽ ഈ IG-മാരും അത് കഴിഞ്ഞ് DGP ആണ്. അപ്പോൾ ഇത്തരം തലങ്ങളിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകുകയാണ്. അല്ലാതെ ഐ ആം എലൂഫ്, ലെറ്റ് ഹിം ഡു ഇറ്റ്, എനിക്ക് എൻ്റെ പേരിൽ ആക്ഷേപമൊന്നും വരാൻ പാടില്ല, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, കാര്യങ്ങളെല്ലാം അവർ ചെയ്തേക്കണം, താഴെ തലത്തിലേക്ക് ആരും സപ്പോർട്ടില്ല. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ്
ഈ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നത്. ഒന്നുകൂടി ചോദിക്കട്ടെ സാറേ, ഇപ്പം പോലീസ് ജനങ്ങളോട് സിവിലിയൻസിനോട് വളരെ മാന്യമായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്ന് പലപ്പോഴും ഒരുപാട് സർക്കുലറുകൾ ഇറങ്ങിയിട്ടുണ്ട്. കോടതികളുടെ ജഡ്ജ്മെന്റ്സ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും പൊതുജനത്തിന് പോലീസ് എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും സാർ നേരത്തെ പറഞ്ഞ ഒട്ടേറെ നല്ല ഉദ്യോഗസ്ഥരുണ്ടായിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ പൊതുജനങ്ങളോട് പെരുമാറുന്നവരുണ്ട്. പക്ഷെ എന്നാലും പൊതുജനത്തിന് പോലീസ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒരു അകൽച്ചയോട് കൂടി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അപ്പോൾ ഇത് മാറ്റിയെടുക്കുകയാണെങ്കിൽ ആദ്യം പോലീസിന് ആക്ച്വലി ഷുഡ് ബി ഫ്രീ ഓഫ് ടെൻഷൻസ്. അപ്പോൾ അത് സീനിയർ ഓഫീസേഴ്സിൻ്റെ ചുമതലയാണ്. ആ ചെയിൻ ഓഫ് കമാൻഡ്, ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആക്ച്വലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ചെയിൻ ഓഫ് കമാൻഡിൽ ഈ രീതിയിലുള്ള ഒരു നല്ല പ്രവർത്തനം അവർ നടത്തുന്നു എന്ന് എൻഷുർ ചെയ്യുകയാണ് ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത്. പക്ഷേ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നേരെ വിരുദ്ധമാണ്. അതായത് അവരുടെ ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു യൂണിഫോംഡ് ഗുണ്ടാ സംഘമായിട്ട് പോലീസിനെ കണക്കാക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിൽക്കേണ്ട ഒരു ഗുണ്ടാ സംഘമാണ് ഈ പോലീസ് എന്ന ഒരു തോന്നലുണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയത്താണ് അപ്പോൾ ഈ പറയുന്ന കംപ്ലീറ്റ് ചെയിൻ ഓഫ് ആ ഗുഡ് ഫെയ്ത്തും സപ്പോർട്ടീവ് റോളും അതൊക്കെ എല്ലാം പോയി. അപ്പോൾ പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് കറപ്ഷൻ, അപ്പോൾ ഉള്ള സമയത്ത് പരമാവധി പൈസ ഉണ്ടാക്കുക, അത് ഏത് രീതിയിലും ഉണ്ടാക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരുമ്പോൾ ജനങ്ങളോട് ആ പെരുമാറ്റം ആ രീതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതായത് പോലീസിൽ ചിലരെങ്കിലും ഈ ക്രിമിനൽ സ്വഭാവം ഉള്ളവരുണ്ടല്ലോ ഉദ്യോഗസ്ഥർ. തീർച്ചയായിട്ടും ഈ പലപ്പോഴും ഈ മണൽ മാഫിയയെ സപ്പോർട്ട് ചെയ്യുന്ന അത്തരം വലുതല്ലെങ്കിൽ പോലും ചെറിയൊരു വിഭാഗം എക്കാലത്തും പോലീസിനുണ്ടായിരുന്നു. ഇവർക്കൊക്കെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാട്രണേജും ഉണ്ടാവും അല്ലേ? കുറേയധികം. അതെ. അപ്പൊ ഇതും കൂടി നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് അവരുടെ സീനിയർ ഓഫീസറെ കൺട്രോൾ ചെയ്യുന്ന വിധത്തിലൊക്കെ പൊളിറ്റിക്കൽ പാട്രണേജ് അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം ദേ ബിക്കം ഹാൻഡ് ഇൻ ഗ്ലോ വിത്ത് പൊളിറ്റീഷ്യൻ. ഇത് ഷെയർ ചെയ്യുകയാണ്. ഇതിപ്പോൾ നമ്മൾ കോറി മാഫിയകളെടുത്ത് നോക്കിയാൽ അറിയാം, മണൽ മാഫിയകളെടുത്ത് നോക്കിയാൽ അറിയാം, ഇതുപോലുള്ള കുറേ സിസ്റ്റത്തിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ അത് വിടേണ്ട വണ്ടികൾ മാത്രം വിടുന്ന അത് ഇപ്പോൾ ഒരു കോറി, ഇപ്പോൾ ഈവൻ ദിസ് യൂസ് ടു ഹാപ്പൻ. അത് ഭയങ്കര രസമാണ്. അതായത് ഇപ്പോൾ ബാറുകളുണ്ട്. ഇപ്പോൾ ഒരു പൈസ കൊടുക്കാത്ത ബാറാണെങ്കിൽ അവൻ്റെ മുന്നിൽ ഇട്ട് വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് ആൾക്കാർ വരാതിരിക്കണല്ലോ, ഇറങ്ങുന്ന എല്ലാവരെയും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ബാറിലേക്ക് വന്നാൽ വലിയ ശല്യമാണ്, അതുകൊണ്ട് ഞാൻ വേറെ ബാറിൽ പോവാം. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകാം, തീർച്ചയായിട്ടും അതൊരു പേയ്മെന്റ് പ്രോബ്ലമാണ്, അതല്ലാതെ അതൊരു ജെനുവിൻ പ്രോബ്ലം അല്ലാന്ന്. പക്ഷെ ജെനുവിനായിട്ട് ഇപ്പോൾ എല്ലായിടത്തും നടപ്പാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാറിന്റെ മുന്നിൽ മാത്രം നിന്ന് പോലീസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബാറുകാരൻ പേയ്മെന്റ് പ്രോപ്പറായിട്ട് നടത്തുന്നില്ല, അതുകൊണ്ട് നടത്തുന്ന ഒരു ചെക്കിംഗ് ആണെന്ന്. അത് പൊതുജനത്തിന് വരെ അറിയാം, അവർ വരെ പറയുകയും ചെയ്യും പൈസ കൊടുത്തിട്ടാണ്. അതെ അല്ല. അപ്പോൾ അതേപോലെ അപ്പോൾ ഇവർക്കെല്ലാം എന്ത് പറ്റുന്നു വെച്ചാൽ പൊളിറ്റിക്കൽ ഒരു പാട്രണേജ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുത്തിന് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എടുക്കാനോ, ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഗവൺമെന്റിൽ നിന്ന് അവന് സപ്പോർട്ട് കിട്ടുന്നു. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദ ഗവൺമെന്റ്. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എല്ലാം ചെന്ന് എത്തുന്നത് ഗവൺമെന്റിലാണ്. അപ്പോൾ ചെന്നാലും യാതൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ആ അതോറിറ്റിയോടുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലാതാകുന്നു. അപ്പോൾ ആ അതോറിറ്റിയെ പിന്നെ അയാൾ ഒരിക്കലും ഇയാളൊക്കെ ചിന്ത ചെയ്യാനാണ്, ഐ ഹാവ് സം അതർ പവർ, എനിക്ക് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ SHO ആണ് എൻ്റെ ഓഫീസറാണ് വലുതെന്ന് ചോദിച്ചാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് വലുത് എന്നുള്ള അവസ്ഥയിൽ വരുമ്പോൾ ആ ചെയിൻ ഓഫ് കമാൻഡ് ഇല്ലാതാകുന്നു. അപ്പോൾ പിന്നീട് ഈ അവിടെ ഇരിക്കുന്ന SP, ഇതേപോലെ തന്നെ SPയും അത് വിത്തിൻ ദ പോലീസ് ആൾസോ സംടൈംസ് വാട്ട് ഹാപ്പൻസ് ദ അസോസിയേഷൻസ്, ആ അസോസിയേഷനിലെ ചിലർ വളരെ ഇതേ രീതിയിൽ അസോസിയേഷൻ്റെ ചില ആൾക്കാർ വിചാരിക്കുന്നു ദേ ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു AKG സെൻറ്റർ സോ ദാറ്റ് ദേ ആർ ബിഗർ ദാൻ ദ ഈ SP ആൻഡ് ഓൾഡേഴ്സ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ SP നടപടി എടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ SP മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വരുന്നു, അടുത്ത് വരുന്ന SP ഇത് കാണുകയാണ്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഹീ ഈസ് ലൈക്ലി ടു അയാൾ അത് അനുസരിച്ച് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും അയാളുടെ ആക്ടിവിറ്റി. അപ്പോൾ ഇതെല്ലാം പോലീസിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു പോലീസിങ് കിട്ടുകയുള്ളൂ.